അല്ല രാമേ, പാട്ടും കൂത്തായിട്ട് നിൽക്കണോ? സമയം എന്തായെന്നറിയോ? ശ്രീകൃഷ്ണ പോയി. ആര്? നല്ല ചേട്ടനോ? ആ, പാട്ട് പാടി തുടങ്ങിയാ പിന്നെ എനിക്ക് നേരം പോണത് അറിയില്ല. സമയം ഇപ്പോ 8:15 ഉണ്ടാവില്ലേ? ഇടമെടുക്ക. ഇത്ര തിട്ടായിട്ട് നീ ഇതെങ്ങനെ പറഞ്ഞു? കിഴക്കുവയിലും മോത്തിക്ക് കേറിയിട്ടില്ല, അതുകൊണ്ട് പറഞ്ഞതാ. കൃഷ്ണ പോയിക്കോട്ടെ, ഇനിയിപ്പോ 8:30 കാവിലമ്മയ്ക്ക് പോവാലോ. ഇറങ്ങണ്ടവരൊക്കെ ഇറങ്ങാൻ. ആളുടെ നിന്നെയും കൊണ്ടേ പോവൂ. ഞാൻ വിചാരിച്ചു നീ കൃഷ്ണയ്ക്ക് പോയെന്ന്. കൃഷ്ണനായാലും കാവിലമ്മയായാലും ഒക്കെ നമ്മുടെ ആൾക്കാരല്ല വാസാറേ. എന്താ രാമൊന്ന് വൈകിയേ? വീട്ടിലെ കോഴിക്ക് ഒരു ജലദോഷം, പോവാൻ വൈകിയേ. പെങ്ങളെ, ആ സീറ്റ് ഒന്ന് രാമന് ഒഴിഞ്ഞു കൊടുത്തേ. വേണ്ട വേണ്ട, ആരും ബുദ്ധിമുട്ടിക്കണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. ഇങ്ങോട്ടിരിക്കാം. അയ്യോ വേണ്ട, എനിക്ക് നിക്കണത് ഇഷ്ടം. സീറ്റ് കിട്ടില്ലെന്ന് വെച്ച് വിഷമിക്കാൻ നമ്മൾ MLA മന്ത്രി ഒന്നല്ലല്ലോ. എങ്ങോട്ടെ? ആ രാമേ, നിനക്ക് ഞാനൊരു കണ്ണട തരാന്ന് പറഞ്ഞിരുന്നില്ലേ? മറന്നിട്ടില്ലല്ലേ? വെച്ച് നോക്കിയേ. എങ്ങനെയുണ്ട്? MGR പോലെ അടിപൊളിയായിട്ടുണ്ട്. ഇപ്പൊ വേണമെങ്കിൽ സിനിമയിൽ അഭിനയിക്കാം. കാണിക്കുന്നോ? എന്താ എന്താ പ്രശ്നം? ഇയാള് കൊറേ നേരമായി ഒരു വഷളം ചിരിയും നോട്ടോ. എവിടെ നോക്കിന്നാ ഈ പറയണേ? വേണ്ടാത്തടത്തേക്ക് തന്നെയാ നോട്ടം. വേണ്ടാത്തതൊക്കെ എങ്ങനെ തുറന്നു പിടിച്ച് നടക്കുന്ന എന്തിനാ പെങ്ങളെ? ഇവൻ കണ്ണ് കാണാത്ത ആളാ. പോട്ടെ സാറേ, കണ്ണട വെച്ചത് പാരയായല്ലേ. നമ്മുടെ അവസ്ഥ മനസ്സിലായിണ്ടാവില്ല. അടിപൊളിയായിട്ടെന്ന് വാസാറ് പറഞ്ഞപ്പോ ഇത്രയും അടിച്ചു പൊളിക്കുന്ന കരുതിയില്ല. എന്റെ പൊന്നു വാസാറേ, നമുക്ക് ഈ കുന്ത്രണ്ടം വേണ്ട. എന്നാ പിടിച്ചേൻ. നീ വെച്ചോടാ. ആവൂ, വെച്ചപ്പോ തന്നെ ഇതാ തരങ്ങേ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുശാലായിരിക്കും. വേണ്ട വേണ്ട. സോറി കേട്ടോ. സാരില്ല, അറിയാണ്ടല്ലേ. നമുക്ക് എങ്ങോട്ട് നോക്കിയാലും ഒരുപോലെയാ. എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു ഇന്ത്യൻ പൗരനാ ഞാൻ. राजनीतिक नेताओं ने और उनके चमचों ने मिलकर अपने देश की हालत तो एकदम बिगाड़ दिया। महात्मा गांधी ने कहा है कि उनका गरीबी हटाओ, उनको रोटी कपड़ा और मकान देने का इंतजाम करो। लेकिन आज के नेताओं ने कर क्या रहे हैं? ना उनको अपना कपड़े का फिक्र है, ना उनको अपने रोटी की फिक्र है। हरियाली क्रांति के बारे में बोल रहे हैं, पंचवर्षीय योजनाओं के बारे में बोल रहे हैं। ये लोग कर क्या रहे हैं? खुद के लिए कपड़ा, खुद के लिए मकान। ये കോഫിയല്ലേ മുരളി, ഉഗ്രം പ്രസംഗമല്ലായിരുന്നോ? അതിന് നിനക്ക് വല്ലതും മനസ്സിലായോ? വേണ്ട, ഒരുതരം ലോ ക്ലാസ്സുകളോട് സംസാരിക്കും പോലെ എന്റെ അടുത്ത് സംസാരിക്കണമെന്ന് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാക്കിയിട്ടാണോ പിന്നെ കൈയടിച്ചത്? എന്ത് മനസ്സിലായി? ഹമാരാ ദേശ് മഹാത്മാഗാന്ധി റോട്ടി കപ്പട 5 വർഷ പദ്ധതി ഹരിത വിപ്ലവ് ഹരിബി ഘടാവോ. ഹരീബി കിടാവോ എന്ന് വെച്ചാ എന്തുവാ? എന്ന് വെച്ചാ ഈ ഇംഗ്ലാബ് സിന്ദാബാദ് വിളിക്കുന്ന പോലെ ഒരു സാധനം. ഇംഗ്ലാബ് സിന്ദാബാദ്. അപ്പൊ നിനക്കെല്ലാം ശരിയായിട്ട് മനസ്സിലായി. ഇതിത്ര മനസ്സിലാക്കാൻ എന്തിരിക്കുന്നു? ഇതൊക്കെ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ കേൾക്കണമല്ലേ. ഞാനേ തൊഴിലാളി വർഗത്തിന്റെ നേതാവാ. വാസാറേ, ഇതുപോലുള്ള കണ്ണാട് ഇനി വേറെ ആർക്കും കൊടുക്കല്ലേട്ടോ. എന്റെ രാമേ, സംഭവിച്ചു പോയി. നീ ഒന്നങ്ങ് ക്ഷമിക്കേ. എന്തായാലും ഇന്നത്തെ ദിവസം നല്ല ദിവസാ. ആ രാമു വന്നല്ലോ. ഉണ്ണിമല, നീ ആ രാമുവിനെ ഒന്ന് റോഡ് കടത്തിക്കൊണ്ടുവന്നേ. ഞാനങ്ങ് ചെല്ലുമ്പോഴേക്ക് ഒരു നേരം ആവും. ആരാ ഉണ്ണിമല്ല? അല്ലാതെ നിന്റെ കൈ കയറി പിടിക്കാൻ സ്നേഹമുള്ള വേറെ ആരുണ്ടാ ഇവിടെ? പതുക്കെ. ആ എന്താ രാമുവേ, ഇന്നലെ കണ്ടില്ല. കാവിലൊന്നു പോയി കൃഷ്ണേട്ടാ.
മെച്ചമുണ്ടായോ? ഏയ് കറണ്ട് പോയ കാരണം ആകെ പുലുവാലായിരുന്നേ. രണ്ട് സ്ട്രോങ് ചായ. എടേ, ഒരു 102 ചായ, അതിൽ 100 ക്യാൻസൽ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നലത്തെ കളിയിൽ ഇന്ത്യ ജയിച്ചോ? ജയിച്ചു. ജയിച്ചു. പക്ഷെ അതിനിടയിൽ കുറെ കോളയും കുടിച്ചവന്മാര്. എന്തായാലും സച്ചിൻ ക്യാപ്റ്റൻ ആയതിനു ശേഷം ഇന്ത്യക്ക് നല്ല കാലാ. പക്ഷെ ആരിപ്പോ സെഞ്ചുറി അടിച്ചൊന്നും കേൾക്കണല്ലോ. അതെങ്ങനെ അടിക്കുന്നേ? അത് അടിക്കണമെങ്കിലേ ആദ്യം അതിനിടയിലുള്ള അവരെ കോള ഓടി നിർത്തണം. ഇതൊരു ബോൾ അടിക്കും, ഒരു കോള ഓടിക്കും, പിന്നെ ഒരു ബോൾ അടിക്കും, പിന്നെ ഒരു കോള ഓടിക്കും. അത് വല്ല കൊക്കക്കോള കമ്പനിക്കാരുടെ പരസ്യമായിരിക്കാൻ ഉണ്ണിവാലോ. ഈ കണ്ണു കാണാത്ത ആളെ എങ്ങനെയാ ക്രിക്കറ്റ് കളി കാണുന്നത്? അതാ രാമു. അവന്റെ മനക്കെട്ടിന് നമ്മുടെ കണ്ണുകളെക്കാൾ 100 ഇരട്ടി ശക്തിയാ. യവനെ ക്രിക്കറ്റ് കളിയിലെ ലെഫറിയാക്കാൻ വിളിച്ചതല്ലേ? ഞാൻ പറഞ്ഞു പോണ്ടാന്ന്. അല്ലടാ രാമു. നീ പോയി ചായ ഇടാ, വിട്ടുതരം പറയാതെ. ദേ, പോടാ ഹൈ ക്ലാസ് വിട്ടി. ഇവിടെ അധികം കാലം എന്റെ സേവനം തുടരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഒയ്യോ, ഒരു ചായ എനിക്ക് കൂടി. ഡേയ്, ഒരു 101 ചായ കൂടി. അതിൽ 100 ക്യാൻസൽ. കവലയിലെ ആളുകൾ വന്നു തുടങ്ങിയോ? സർക്കസാര് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അവിടെ വയറ്റത്ത് അടിക്കോ കൃഷ്ണേട്ടാ? ഡേയ്, നീ ചായ കുടിച്ച് നേരത്തെ പോയി തുടങ്ങി. ഓ, സഹോദരി സഹോദരന്മാരെ, അമ്മയും പെങ്ങളും തളർന്നു കിടക്കുന്ന അച്ഛനും ഉൾപ്പെടെ 4-5 വയറുകൾ പോറ്റേണ്ട ഒരു വലിയ ഭാരം ചുമലിലെത്തിയവനാണ് ഞാൻ. പക്ഷേ ഭാരം വലിക്കുന്ന ഈ കഴുതയ്ക്ക് ഭഗവാൻ കണ്ണു തന്നില്ല. എങ്കിലും ഈശ്വരൻ ധ്യാനിച്ച് ഞാൻ തന്നെ എന്റെ ചങ്കിൽ കുത്തിക്കുറിച്ച ഏതാനും പാട്ടുകൾ ഇവിടെ പാടാം. നിങ്ങളുടെ കൈകളിലുള്ള ചെറിയ ചെറിയ സംഖ്യയിൽ തന്ന് അനുഗ്രഹിച്ചാണ്. ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ ആരും തെറ്റിദ്ധരിക്കണ്ട. എന്റെ പാട്ട് കേട്ടിട്ട് ഇനി ആരെങ്കിലും 1-2 ലക്ഷം രൂപ തന്നാലും ഞാൻ വേണ്ടെന്ന് പറയില്ല കേട്ടോ. എനിക്ക് അങ്ങനെയുള്ള അഹങ്കാരമൊന്നും ഇല്ല. എന്നാ തുടങ്ങട്ടെ. കാവിലമ്മേ,